we know. Fire in your eyes, but your heart won't show. You wear your walls like a second skin. A love like ours was never meant to hide within. I see the truth behind your disguise, a love unspoken but burning inside. No need for words, no need for lies. One day you'll stand by my side. Secret husband, my only vow, loving you in whispers but I want it out loud. Secret husband, lost in the night, but love like this should live in the light. Secret husband, fate intertwined, bound to your soul though the world stays blind. Secret husband, no need to pretend, you'll be in my arms at the story's end. ഞാനിപ്പോ എവിടെയാ? നരകത്തിൽ. ജെനി, എന്താ വിശ്വാസം വരുന്നില്ല? ഒന്ന തെണ്ടി. നിന്നെ അന്നേ പിഴുതറിയേണ്ടതായിരുന്നു. എന്നെയും ചേച്ചേട്ടനെ നീ പിരിയിച്ചില്ലേ? തന്ന നായിന്റെ മോനെ. what the fuck are you talking about? Yes, I'm talking like a shit. I should have killed you when I saw you with him, with my man Tejas Amshindra. Sure man, നിനക്ക് വല്ല ഡിമെൻഷ്യ ഉണ്ടോ എന്നറിയില്ല, but he is my man and he will forever be mine. You can't even get touched by him the way he touched me. ടച്ചിനോട്ടെ എന്നെയാണ് നോക്കുന്ന നോട്ടം പോലും നിനക്ക് കിട്ടാൻ പോലില്ല. That's how much that man loves me and I love him even though if you kill me. അതിന് നിന്നെ അങ്ങനെ കൊല്ലുമെന്ന് നീ വിചാരിച്ചോ? തെറ്റി. നിന്നെ ഇഞ്ചിഞ്ചായി അനുഭവിപ്പിച്ചേ മെല്ലെ മെല്ലെ നിന്റെ എക്സിസ്റ്റൻസ് ഇവിടുന്ന് കളയത്തുള്ളൂ. ബാക്കി പ്രണവ് അന്നേരം പറഞ്ഞതല്ലേ. പ്രണവ്? Fuck him. I'm pretty sure നിങ്ങൾ എൻ്റെ മേലെ ആ തരത്തിൽ കൈ വെക്കുന്നതിന് മുന്നേ അയാൾ എന്നെ രക്ഷിക്കാൻ വരുന്നു. I fucking hate the fact that I'm weak right now, but I love the fact that എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ട് അയാളുണ്ടെന്ന്. എന്റെ ഈ നല്ല കൈകള് നിന്റെ വൃത്തികെട്ട മുഖത്ത് വെക്കേണ്ട എന്നുണ്ട് ചിത്തൻ. But you easily get on my nerves. നിന്റെ മുഖം കാണുമ്പോ പോലും എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. Glad to hear that. Fuck up. പ്രണവ്. Yes, Jen. നമ്മള് പ്ലാന് മാറ്റിവെക്ക. ഇവനെ ഇവിടുന്ന് ഇപ്പൊ നശിപ്പിച്ചിട്ട് ഇവനെ അങ്ങ് വിറ്റേക്കാം. ഇവനെ അഹങ്കാരം ഇത്തിരി കൂടുന്നുണ്ട്. But Jen, it ain't safe. I don't even want to hear any kind of explanation. Jen, relax. Let him sit there for hours. ഇപ്പാണെങ്കിൽ അവന് നല്ല ശക്തിയുണ്ട്. Also, he's not that weak. And ഇവൻ എവിടെയാണെന്നുള്ള കാര്യം പോലും അയാൾക്ക് അറിയത്തില്ല. How can he even locate him in this alienated area? It's never gonna be. You are underestimating him, Tejas. I hate to say this. ഈ മൈരന്റെ കേസിലെത്തുമ്പോൾ അയാളുടെ മത ഇളകിയ ആനയെ പോലെ, അല്ലെങ്കിൽ വിഷം നനയുന്ന കടുവയെ പോലെ. No one can stop him. അത്രയ്ക്കും മൈരൻ അയാളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. And why won't you hear me, Pranav? നിനക്ക് സേഫ് അല്ല എന്നൊക്കെ തോന്നും, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഇവൻ ഹേർട്ട് ആവണം. നിനക്കും ഇവനെ കൊണ്ട് ഉപയോഗമുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇവന്റെ തൊലി ഒരിച്ച് നരകിപ്പിച്ച് കൊല്ലാതിരിക്കുന്നത്. And you decide to delay the things for your convenience? That's fucking unfair. ഇവിടെ ഞാനേ റിസ്ക് എടുത്ത് നിൽക്കുക. Oh, shut the fuck up, Jen. നിനക്ക് എന്താ വേണ്ടത്? I have to fuck him, right? Then okay. Let me. Pranav, no. Don't you dare to touch me like that. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഇപ്പൊ ജെനി പറയുന്നത് കേൾക്കുമ്പോ കാര്യമായിട്ട് തോന്നുന്നുണ്ട്.
ഒന്നും ചെയ്യാതെ മിണ്ടാതെ വാങ്ങിക്കുന്നവരൊക്കെ എന്ത് പോരാ. പക്ഷെ നീ ഇങ്ങനെ കേട്ടത് പ്രതിഷേധിക്കുന്ന കാണുമ്പോ ഒരു സുഖം. മിണ്ടാതെ വാങ്ങിക്കുന്നവരെക്കാൾ രസം നിന്നെ പോലെ ചവിട്ടി തെറിപ്പിക്കുന്നവരെ മെരുക്കി വാഴുമ്പോളാ. കണ്ടിട്ട് കണ്ടോ പൊങ്ങി നിൽക്കുന്നത്? ഇതങ്ങ് നിന്റെ മേലെ കേറ്റിയിറക്കി തീർത്തിട്ട് വേണം എനിക്ക് നിന്നെ അങ്ങ് വേദനിപ്പിക്കാൻ. അത്രയ്ക്ക് നീ എന്റെ ക്ഷമ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ജനിയെ പോലെ നിന്റെ തൊലി എടുക്കത്തൊന്നുമില്ല കേട്ടോ. നീ ഒരു കൊച്ചു നിന്റെ സുന്ദരമായ ശരീരം അങ്ങനെയല്ല. എത്ര വട്ടം തൊട്ടാലും തീണ്ടാനാക്കാത്ത വിധമുണ്ട്. പറഞ്ഞ പൂരമോനെ, നീ എഴുതി വെച്ചോ. നിനക്ക് ചിലപ്പോ എന്നെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നീ അനുഭവിക്കും മേലെ. നിന്നെ ഒറ്റയടിക്ക് തേജസ് തീർക്കത്തില്ല. നിന്നെ ഇഞ്ചിഞ്ചായ ആൾ നിന്നെ കൊല്ലും. നീ മരിക്കാൻ വേണ്ടി കേണപേക്ഷിക്കും. നീ ഒരിക്കലും ആളിൽ നിന്ന് രക്ഷപ്പെടില്ല. നിന്നെ ഞാൻ മൊത്തത്തിലങ്ങ് പണ്ണുമ്പോ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ല സുഖം കേൾക്കാം. പ്രണവേ, ഇങ്ങനെ മയിര് വർത്താനം നിർത്തിയിട്ട് നീ സ്റ്റാർട്ട് ചെയ്തേ. എനിക്ക് ഈ വീഡിയോ ആക്കിയിട്ട് പലയിടത്തും പോസ്റ്റ് ചെയ്യാനുള്ളത്. No, no, please, don't, Pranav. You can't do this. അതെന്താ അവിടെ ഒരു നോയ്സ്? Shit! സത്യം പറയണം, നീ എന്തുവാണ് വിചാരിച്ച് എന്നെ അങ്ങ് പണി നിനക്ക് സുഖമായിട്ട് ജീവിക്കാന്നോ? I told you, a man would come and your heels. നിനക്ക് നല്ല വിവരം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നീ എൻ്റെ ഈ വേസ്റ്റ് കിടക്കുന്ന ചെയിൻ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. It has a GPS tracker and it used to be fooled by not removing it. Say hello to hell, Pranav, and Jenny, I wish you well in hell. You motherfucking bastard! Still, നീ ഇപ്പൊ എന്തായാലും സന്തോഷിച്ചു കേട്ടോ. ജെനി അവിടെ നിന്നും ഓടാൻ നോക്കുമ്പോൾ അങ്ങനെ ഓടി ശരിയാവില്ലല്ലോ മോളെ. നിനക്ക് പകലിട്ടുണ്ട്. ഈ വിളി പണ്ട് നിനക്കൊന്നും അറിയാത്ത കാലത്ത് വിളിച്ചിരുന്നേ ഒരു പക്ഷെ അക്കിച്ചേട്ടൻ കേട്ടേനെ. പക്ഷെ ആ പാവം ജനിമോളിൽ നിന്നും നീക്കൊരു മാറി ഇപ്പൊ ഒരു മോൺസ്റ്റർ ആയിരിക്കുകയാണ്. നീ നമ്മുടെ ചിത്തുവിനെ വേദനിപ്പിച്ചു. പല വട്ടം തേജൻ എന്നോട് പറഞ്ഞതാ വേണ്ട എന്ന്, പക്ഷെ നീ കേട്ടില്ല. ഇനി നിനക്ക് മാപ്പില്ല ജനി. തേജസ്, അത് നീ നേരത്തെ ആലോചിക്കണമായിരുന്നു. പൂ മോളെ, എന്റെ ചെക്കനെ നീ വിക്കുവല്ലേടി മയിലെ. നിന്നെ ജയിലിലാക്കിയ നീ വീണ്ടും എന്റെ മുത്തിനെ വേദനിപ്പിക്കും. അതിനേക്കാൾ നല്ലേ നീ ചാവുന്നതാ. ജെനി ജീവനില്ലാതെ നിലത്തെ പുണർന്നു. അന്നേരം അക്ഷത് ചിത്തുവിന് വേണ്ടി തിരിഞ്ഞു നോക്കി. പക്ഷെ അപ്പോഴേക്കും പ്രണവ് ഒരു വലിയ റോഡെടുത്ത് ചിത്തുവിന്റെ തലക്കടിച്ചു. പ്രണവ് ഓടാൻ തുടങ്ങിയപ്പോഴേക്കും അക്ഷത് അവനെ അടിച്ചിട്ട് വീഴ്ത്തി. തേജ് ഓടി ജിത്തുവിന്റെ അരികിലെത്തി.
Chitto, baby. Cookie? Cookie? വല്ലാണ്ട് വേദനയ്ക്കുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. I love you, Dad. Chitto, എണീക്കു പോ. Cookie, ഒന്ന് എണീക്കു Cookie. അക്ഷര. Teju, be strong. It's gonna be alright. എന്റെ ദേഷ്യം, എന്റെ ഈഗോ, എന്റെ ആശ, ഇതൊക്കെ കാരണം എന്റെ ചിത്തു. തേജു, തേജു, ഞാൻ കുറച്ചു നേരം മുമ്പ് വിവരങ്ങളും ഹീസ് നോട്ട് മൈ വൈറ്റ് സ്റ്റേ. നിന്റെ ഭാര്യയെന്ന് സംസാരിക്കാം. ചിത്തുവിന് എന്താ സംഭവിച്ചത്? Jenny kidnapped him. Also, do you know Pranav? Pranav? Yeah, that great stalker. ജിത്തുവിനെ അവന്റെ ഹൈസ്കൂൾ ടൈമിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. And I deal with it by sending some cards. But അവനും ജെനിയും കൂടി പ്ലാൻ ചെയ്ത് ജിത്തുവിനെ ട്രാഫിക് ചെയ്ത് ലോസ് ഏഞ്ചൽസിൽ വെക്കാനായിരുന്നു പ്ലാൻ. Jenny turned out to be an obsessive bitch for him. തേജസ്. ജിത്തു അവന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. She tried to break them apart by sending some kind of morphed pics. അത് തേജ കണ്ടുപിടിച്ച് അവളെ കൊണ്ട് ജിത്തുവിനോട് മാപ്പ് വരപ്പിച്ചു. She lost her cool after that and then ജിത്തുവിനെ പ്രണവ് വഴി കിഡ്നാപ്പ് ചെയ്തു. തേജ കൊടുത്ത ആ വേസ്റ്റ് ചെയ്യാൻ കാരണം കൊണ്ട് മാത്രം ജിത്തുവിനെ ട്രാക്ക് ചെയ്ത് രക്ഷിക്കാൻ പറ്റി. അങ്ങനെ എന്തായിരുന്നു നമുക്ക് പോലും അറിയില്ല. Oh my God, ഇത്രയൊക്കെ സംഭവിച്ചോ? തേജസ് ആയതുകൊണ്ട് ചോദിക്കുക, how many of them died? Can't count. എണ്ണാൻ പറ്റാത്തത്രയും കൊന്നിട്ടുണ്ട്. കൂടി ശനിയെയും ഒരു മാഫിയ കോൺഫ്ലിക്റ്റ് ആയിട്ട് പോലീസ് എടുത്തിട്ടുള്ളൂ. അവർ തലയിടാൻ നിന്നില്ല. അപ്പോൾ പ്രണവ് ജിത്തുവിനെ റേപ്പ് ചെയ്യാൻ പോയി എന്ന് അറിയുന്നത് കൊണ്ട് തേജ് അവനെ ഒറ്റയടിക്ക് തീർക്കാൻ നിന്നില്ല. അങ്ങനെ ജിത്തുവിന്റെ തലയ്ക്ക് റോഡടിച്ചാണ് വീഴ്ത്തിയത്. ഇപ്പൊ അവൻ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അവന് മരണം അത് പതുക്കെ സംഭവിക്കത്തുള്ളൂ. ആ മരിക്കാൻ വേണ്ടി കെഞ്ചും രക്തദാഹിയെ പോലെയായി ഇപ്പൊ തേജു. ഇപ്പോഴാണ് അവൻ സ്വബോധത്തിൽ തന്നെ എത്തുന്നത്. അക്ഷര, നമുക്ക് പോവാം. എടാ, ജിത്തുവിന്റെ സർജറി ഗ്രീനായി. ഡോക്ടർ പുറത്തു വന്നു. How was the surgery, doctor? സർജറി went well. It was a success, but എന്താ ഒരു ബട്ട്? നിങ്ങൾ എന്റെ ക്യാബിനിൽ വരും. ഇരിക്കൂ. ആ ബട്ട് എന്താണ് ഡോക്ടർ? തലയുടെ മീതിൽ തട്ടറൽ ലോബിലേക്ക് ആഴത്തിൽ ക്ഷതമേറ്റത് കൊണ്ട് ജിതൻ വിൽ ഫോർഗെറ്റ് എവറിത്തിങ്. അവൻ നിങ്ങൾ ആരാണെന്ന് മറക്കും. അവൻ സ്വയം ആരാണെന്ന് മറക്കും. അവൻ സ്നേഹിച്ചവരെ, കൂടെ കൊണ്ട് നടന്നവരെ ഒക്കെ മറക്കും. വി കോൾ ഇറ്റ് റീട്രോഗ്രേഡ് അംനീഷ്യ. ഒരു ഉപകാരം എന്തെന്നാൽ അവൻ പഠിച്ചതും അവന് ജനറൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങളും ലാംഗ്വേജസും അതൊക്കെ അവൻ ഓർത്തു വെക്കും. റിലേഷൻസ്, പാസ്റ്റ് ലൈഫ് ഇതൊക്കെയാണ് അവൻ മറക്കുക. ഇതൊക്കെ റീഗെയിൻ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ ചോദിച്ചാൽ ഇവൻ വീടൊന്നു. ചിലപ്പോൾ അവന്റെ ഓർമ്മകളെ ട്രിഗർ ചെയ്യുന്നതൊക്കെ കണ്ടാലോ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുത്താലോ റീഗെയിൻ ചെയ്തേക്കാം. പക്ഷെ ഒരു കൊല്ലത്തോളം അവന്റെ ബ്രെയിനിന് ഈ പ്രഷർ കൊടുക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. ആഫ്റ്റർ 1 year you may. ഓൾസോ he might be in coma for a short amount of time. ക്ഷതം ആഴത്തിലായിരുന്നെങ്കിലും ഭാഗത്തിന് ലോങ് ടേം കോമയിലായില്ല. എത്രയും പെട്ടെന്ന് അവനെവിടെ കൊണ്ടെത്തിച്ചത് നന്ദി. ഇതൊക്കെ കേൾക്കുമ്പോൾ തേജുവിന്റെ രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു. താൻ പൊന്നു പോലെ കൊണ്ട് നടന്നിരുന്ന തന്റെ ഭർത്താവിനെ മുറിവേൽപ്പിച്ചത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച് തന്റെ പാതി ഹോസ്പിറ്റലിലെ 4 ചുവരിൽ കഴിയുന്നത് അവൻ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ നിങ്ങൾ പൊക്കോളൂ. ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? ലെറ്റ്സ് ഗോ. തേജു, ഇനി എന്ത് കേൾക്കാനാ ബാക്കിയുള്ളത്? അവനെ ഈ സ്ഥിതിയിൽ ഞാൻ കണ്ടു നിൽക്കണം എന്നാണോ?
അവന്റെ ഭർത്താവാണ് ഞാൻ. അതിലുപരി ഐ ഷുഡ് ബി ഹിസ് ബിഗസ്റ്റ് പ്രൊട്ടക്ടർ. ഞാനതിന് ഭംഗം വരുത്തി. അതിന്റെ പ്രായശ്ചിത്തമായി മറ്റവന്റെ ചോരന്റെ ദേഹമാസകലം മുഴുവൻ പൊതിയണം. അവന്റെ ജീവൻ ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ അവൻ ഇഞ്ചിഞ്ചായി അരിഞ്ഞുകൊണ്ടേയിരിക്കും. തേജു വരുന്നുണ്ടേ. താനേ എന്റെ പുതിയ കമ്പനി ബിൽഡിങ്ങിന്റെ കീഴിലുള്ള ബേസ്മെന്റിൽ ഞാനുണ്ട്. നീ തടയേണ്ട അക്ഷത്. ഇങ്ങനെയുള്ളവന്മാരുടെ ചാവുന്നത് തന്നെയാണ് നല്ലത്. ചിത്തുവിനെ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ, തീരട്ടെ. ചിത്തുവിനെ മാത്രമല്ല, ചിത്തുവിനെ പോലെയുള്ള ഏത് ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യനെയും ഈ അവസ്ഥയിലാക്കിയവരൊക്കെ ചാവുന്നതാ നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും കുഴപ്പം വരികയാണെങ്കിൽ അത് വരത്തില്ല. കാരണം കൺട്രിയുടെ ടോപ്പ് ബിസിനസ് ടൈക്കൂണിനെ വകവയ്ക്കാൻ ആരും അങ്ങനെ നോക്കത്തില്ല. എന്നാലും എന്ത് ഇഷ്യൂ ഉണ്ട്, ഈ നൈതിക് ശങ്കർ അതിനെ വളച്ചൊടിച്ച് പൂർത്തി കെട്ടുന്നതായിരിക്കും. ഒരു പോലീസും ഡിറ്റക്റ്റീവിനും ഒരു തുമ്പ് പോലും കൊടുക്കാതെ. അതുകൊണ്ട് നീച്ചല്ല. അങ്ങനെ വളരെ ക്രൂരായി നമ്മൾ അവനെ കൊന്നു കളഞ്ഞു. തേജു പറഞ്ഞതുപോലെ അവനെ ചോരയിൽ അവൻ മുങ്ങി കുളിച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷം ജിത്തുന്നേറ്റു. ഡോക്ടർ പറഞ്ഞ പോലെ അവനൊന്നും ഓർമ്മയില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവൻ എന്നെ കണ്ടിട്ടില്ല. പക്ഷെ അവൻ പുതിയൊരു ഐഡന്റിറ്റി കൊടുക്കാൻ നമുക്ക് നൈതികന്റെ സഹായം ധാരാളമായിരുന്നു. അവനെ വിശ്വസിപ്പിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടില്ല. കാരണം ഒന്നും അറിയാതെ അവനെ എന്ത് പറഞ്ഞാലും വിശ്വാസം വരാതിരിക്കുക. അങ്ങനെ മാനവ് തമ്പി എന്നുള്ള പുതിയ ഐഡന്റിറ്റി നമ്മൾ കൊടുക്കുകയും ചെയ്തു. അവൻ എന്തിനാ പുതിയൊരു ഐഡന്റിറ്റി കൊടുത്തത്? വംശി സാറിന് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ജീവിക്കാമായിരുന്നല്ലോ. വംശിയാകും കാരണം ചിത്തുവിന് ഈ അവസ്ഥ വന്നതെന്ന് പറഞ്ഞ് അവൻ ചിത്തുവിനെ വെറുതെ വിട്ടു. ജിത്തു ഇനിയും ജീവിച്ച് വേറെ നല്ലൊരു ജീവിതം കണ്ടുപിടിക്കട്ടെ എന്ന പ്രതീക്ഷയിൽ അവൻ സേഫായി സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് വംശി കരുതി. വംശിയുടെ ഹൃദയത്തെ കുത്തി നോവിപ്പിക്കുന്ന വേദനയുണ്ട് അതിന്. പക്ഷേ ഇതാണ് ശരിയെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ടാണ് ന്യൂയോർക്കിൽ ഒരു പുതിയ മനുഷ്യനെ ജിത്തു ഇപ്പോൾ ജീവിക്കുന്നത്. ഓൾസോ അവന്റെ കൂടെ ഇപ്പോഴും ഒരു സ്വത്താനികനും ഒരു ഗാർഡിയനായി നൈതിക്കുണ്ട്. അപ്പോഴാണ് ആ ഡോറിന്റെ പിന്നിൽ ഒരു അലർച്ച മതിലും അക്ഷതും കേൾക്കുന്നത്. എന്താ അവിടെ ശബ്ദം? അവർ ഓടിയെത്തിയപ്പോൾ കണ്ടത് ചുരുണ്ടുകൂടി തലയിൽ കൈവച്ചലർന്ന ജിത്തുവിനെയാണ്. മാനവ്, മാനവ്, എന്താ എന്താ ഇവിടെ പറ്റിയേ? ഇവന് ഒക്കേഷണലി തലവേദനകൾ വരാറുണ്ട്. ജിത്തു അക്ഷതിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾ എവിടെയാ അക്ഷതേട്ടാ? മാനവ്, എന്താ നീ ആരെക്കുറിച്ച്? ഏത് മാനവ്? ഞാൻ ജിതിൻ കൃഷ്ണവംശി. മാനവ്, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു. എല്ലാം ഞാൻ കുളിക്കുന്നതിന് മുന്നേ എന്തോ മറന്നുപോയത് എടുക്കാൻ വന്നത്. വിശേഷങ്ങൾ കേൾക്കാതെ എന്ന് വെച്ച് കേട്ടിരുന്നതാ. പക്ഷെ എന്തിനായിരുന്നു അക്ഷതേട്ട എന്റെ ദ്രോഹം ഞാൻ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എന്നെ മറച്ചു വെച്ചത്? എന്റെ തീരുമാനമല്ലോ ജിത്തു. എല്ലാവരും 5 കൊല്ലത്തോളായി പറയുന്നതാ. അവൻ കേട്ട് നിന്നിട്ട് വേണ്ടേ? അയാൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേറ്റതിന് ശേഷം ഞാൻ മര്യാദക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. എന്തിനെയോ എന്തോ ഞാൻ മറന്നതുപോലെ, ആരെയോ ഞാൻ കാത്തിരിക്കുന്നത് പോലെ, ആർക്കു വേണ്ടി എന്റെ മനസ്സ് വെമ്പുന്നത് പോലെ. കഴിഞ്ഞ ആഴ്ച ആ ക്ലബിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് ആരാണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്റെ നെഞ്ച് തുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഞാൻ നേടി. ജോലി, സ്വാതന്ത്ര്യം ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇതിനെയൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നെ ആയാലും ജീവിതത്തിൽ ഒരിക്കലും പിരിക്കരുത് എന്നായിരുന്നു. എന്നും എന്റെ കൺവെട്ടത്ത് അയാളുടെ പ്രസൻസ് ഉണ്ടാവണമെന്നായിരുന്നു. പക്ഷെ അയാളെന്റെ കയ്യകലത്ത് നിന്നെ നോക്കിയത്ര. അയാളെന്താ എന്റെ മനസ്സിൽ വേദന അറിയാതെ പോയേ, എന്നെ മനസ്സിലാക്കാതെ പോയേ? 8 കൊല്ലത്തോളമായി എന്റെ ഭർത്താവായിരുന്നില്ലേ? പറ. ഇതൊന്നും ഞാനല്ല അറിയേണ്ടത്. അക്ഷതേട്ടൻ അയാളിപ്പോ എവിടാന്നറിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ അയാളുടെ അടുത്തേക്ക് ചെന്നെത്തിക്കണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. അയാൾ എന്നെ കൊല്ലത്തൊന്നും ഇല്ലല്ലോ. അയാൾ താമസിക്കുന്നിടത്ത് എന്നെ കൊണ്ടുവിട്ടാ മതി. ഞാൻ ബാക്കി നോക്കിക്കോളാം. ഞാൻ വേണമെങ്കിൽ കൂട്ടിരിക്കാൻ ചിത്തു. വേണ്ട അക്ഷതേട്ടാ, 5 കൊല്ലത്തെ കണക്ക ഇന്നേക്ക് തീരില്ല. നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട.
പിന്നെ നക്കുലിനോട് ഞാനിന്ന് ചിലപ്പോഴേ വരുമെന്ന് പറഞ്ഞേക്ക്. അക്ഷത് അവിടെ നിന്നും പോയി. ജിത്തു റൂമിൽ കയറി ഒരു ദീർഘശ്വാസം എടുത്തു. അവന്റെ ഉള്ളിൽ ഓർമ്മകൾ അലയടിച്ചു. അവന്റെ കണ്ണിൽ നിന്നും കുറച്ച് കണ്ണുനീരുകളും പൊഴിഞ്ഞു. അമ്മടത്തിനൊരു മാറ്റമില്ല. കുറച്ചു നേരം കഴിഞ്ഞ് തേജ് റൂമിലെത്തി. വന്നപാടെ കോട്ടൊക്കെ ഊരി ചേഞ്ചൊക്കെ ചെയ്ത് സോഫയിൽ അവനിരുന്നു. അവൻ ഫോണിലുള്ള വാൾപേപ്പർ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നേക്ക് നമ്മൾ കണ്ടുമുട്ടിയിട്ട് 6 കൊല്ലത്തോളെ. അല്ലാണ്ട് മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഈ ചുറ്റുവട്ടത്തിൽ എനിക്ക് നിന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് പോലെ. ഫീൽ ചെയ്തവിടെ നിന്നോ? തേജുവിന്റെ മുന്നിൽ ജിത്തു വന്ന് നിന്നു. നീ മുന്നിൽ ഇത്ര ഭംഗിയിൽ നേരിട്ട് നിൽക്കുന്നത് പോലെ, എന്റെ ഇമാജിനേഷൻ സ്ട്രെങ്ത് കൂടുന്നത് പോലെ. പക്ഷെ അന്നും നിന്റെ സംസാരത്തിനും ദേഷ്യത്തിനും ഒരു മാറ്റമില്ല. നിങ്ങളുടെ ഇമാജിനേഷൻ ഞാൻ മാറ്റിത്തരാം. എന്താ ഇപ്പൊ ഇമാജിനേഷൻ ഒക്കെ പോയോ? കുക്കി, മിണ്ടരുത്. താൻ ഏത് വകയിലുള്ള ഭർത്താവാടോ? ഞാൻ ആരുമില്ലാതെ ഒന്നും അറിയാതെ ഒറ്റയ്ക്ക് ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരുന്നപ്പോ താനത് മാറി ആസ്വദിക്കുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു തീർത്തിട്ട് താനിനി മിണ്ടിയാ മതി. ഞാൻ എത്ര വട്ടം തലവേദനിച്ച് പൊളഞ്ഞിട്ടുണ്ടെന്നറിയോ തന്റെ ഓർത്തിട്ട്. മരുന്ന് കഴിച്ചാൽ മാറില്ല എന്ന് വിചാരിച്ച് കഴിച്ച് അത് ഞാൻ എങ്ങനെ ഒഴിവാക്കി. പാവം എനിക്കറിയില്ലല്ലോ തന്നെ പോയിട്ട് കിഴങ്ങനെ ഓർത്തിട്ടാ ഞാൻ ഈ പൊളയുന്നെന്ന്. താൻ എന്ത് ചെറ്റയാണോ? എന്റെ സന്തോഷത്തിന് വേണ്ടി മാറി നിന്ന് പോലും. പിന്നെ എന്ത് പറഞ്ഞുണ്ടാക്കാനാന്ന് ഞാൻ തന്നോട് കൺഫ്യൂസ് ചെയ്ത? ഇതിനേക്കാൾ വേദം ഞാൻ ചാവുന്നതായിരുന്നു. ഒന്നുമില്ല, എന്നെ നിങ്ങളെക്കാൾ നല്ലോണം ആ സ്വർഗത്തിലുള്ള ആൾക്കാർ നോക്കുമായിരുന്നു. ഇനി ഒന്നോടെ പറ, നിന്നെ വേറെ ആരെങ്കിലും സ്വന്താക്കും? പറയും, ഞാൻ ഇനിയും പറയും. നിങ്ങളെപ്പോലത്തെ കിഴങ്ങേക്കാളും നല്ല എത്രയോ എണ്ണത്തെ എനിക്ക് കിട്ടും. എത്ര പെൺപിള്ളേർ, എത്ര ചെറുക്കന്മാർ എന്റെ പിന്നാലെ വന്നിരുന്നു. ഈ പൊട്ടനു വേണ്ടിയാണോ ദൈവമേ അവരൊക്കെ ഞാൻ റിജക്ട് ചെയ്ത്. പരമച്ചേറ്റ് നോക്കി ഇനിപ്പില്ലാതെ ഇളിക്കുന്നു. ഞാനിപ്പം നിശ്ചേട്ടനോട് ഡൈവേഴ്സിന്റെ കാര്യം പറയും. നോക്കിക്കോ, ഇനി വേണ്ട ഇങ്ങനത്തെ കിഴങ്ങനെയൊന്നും. ശരി, എന്ത് ഡിവോഴ്സിന്റെ കാര്യം പറയാന്ന് ഞാനൊപ്പിട്ടേരാം. ഞാൻ പറയേ. പറയോ? ശരിക്കും പറയോ? എന്താ അടുത്തേക്ക് വരുന്ന? എനിക്ക് സത്യം കേൾക്കാൻ ഞാൻ തന്നെ ചേട്ടനെ ഇപ്പൊ ഫോൺ ചെയ്യും. എന്തിന്? ഹലോ, നേരത്തെ കേട്ട ജിത്തുവിന്റെ ഡിവോഴ്സ്. ഒന്നുമില്ല ചേട്ടാ, തനിക്ക് വട്ടായോ? നീയല്ലേ പറഞ്ഞേ നീ ഡിവോഴ്സ് ആണെന്ന്. എന്റെ കണ്ണിൽ നോക്കിയിട്ട് സത്യം പറ, എനിക്കെന്നെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അത്രയ്ക്ക് എന്റെ ഹൃദയം തന്നെ സ്നേഹിച്ചു. ഒരുപക്ഷെ എനിക്ക് തന്നെ പിരിഞ്ഞു നിൽക്കാൻ പറ്റുന്ന വരും. അതിന് മനസ്സിന് താങ്ങാൻ കഴിയുന്ന വരില്ല. ഞാനങ്ങില്ലാണ്ടോ. That's how much I love you. I'm sorry, Cookie. I'm sorry for everything. 5 കൊല്ലം മുന്നേ നീ പറഞ്ഞത് കേൾക്കാതിരുന്നത്, 5 കൊല്ലം മുന്നേ നീ ഇട്ടിട്ട് പോയത്, നിന്നെ എനിക്ക് പൂർണ്ണമായി രക്ഷിക്കാൻ പറ്റാത്തല്ല. സോറി. എത്ര വട്ടം പറഞ്ഞാൽ, എത്രയൊക്കെ ചെയ്താൽ നിന്നോട് ഞാൻ കാണിച്ച ദ്രോഹത്തിന് എനിക്കറിയില്ല. ഞാൻ മാപ്പറിയുന്നുണ്ടോ? I'm sorry, Cookie. And I now feel like my breath, like my soul, like each particles which makes me. എന്റെ ഓരോ തരി ഇങ്ങനെ പ്രണയിക്ക്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. It's okay.
5 കൊല്ലത്തിനപ്പുറം നമ്മുടെ ജനത്തെ ഞെട്ടിക്കുന്ന വാർത്തയുമായി രാജ്യത്തിലെ ഏറ്റവും ഉന്നതനായ ബിസിനസ്മാൻ ശ്രീ തേജസ് വംശേന്ദ്ര മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈവാഹിക ജീവിതത്തെ കുറിച്ച് തുറന്നു പറയുന്നത് കേൾക്കാൻ രാജ്യമെങ്ങും നോക്കി നിൽക്കുകയായിരുന്നു. നമുക്ക് പ്രസ് കോൺഫറൻസിലേക്ക് കടക്കാം. വെൽക്കം എവ്രിവൺ. ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് വെക്കേണ്ട അത്യാവശ്യമുണ്ടെന്ന് തോന്നി വച്ചു. ഞാൻ ബിസിനസ് ലോകത്തേക്ക് വന്നിട്ട് ഏതാണ്ട് 10-12 വർഷത്തോളമായി. ചിലർ കൂടെ നിന്നും, ചിലർ ചതിച്ചും, ചിലർ പിറകിൽ നിന്ന് കുത്തിയും, ചിലർ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തും ഒക്കെ ഞാൻ വളർന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തോളം എന്റെ ആബ്സെൻസ് ഫ്രം മീഡിയ ആൻഡ് പ്രസ് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണമായിരുന്നു. ഒരു വലിയ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. ഏകദേശം സമ്മറൈസ് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ റൂമേഴ്സും ഗോസിപ്സും കുറയ്ക്കാൻ വേണ്ടി കുറച്ചുകൂടെ വ്യക്തമാക്കാം. ഞാൻ കഴിഞ്ഞ 8 കൊല്ലത്തോളമായി വിവാഹിതനാണ്. അതും ഒരു പുരുഷനെയാണ് ഞാൻ വിവാഹം ചെയ്തത്. വലിയ ആർഭാടമില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺട്രാക്ട് മാരേജ് ചെയ്യേണ്ട സിറ്റുവേഷൻ എനിക്ക് വന്നു. ആ ഒരു സിറ്റുവേഷനോട് ഞാൻ ഇപ്പോഴും നന്ദി പറയുന്നു. ഞാൻ വിവാഹം കഴിച്ചത് എന്റെ ഗോഡ് ഫാദറും ഈ രാജ്യത്തിന്റെ ബിസിനസ് ഒരു കാലത്ത് വാണിരുന്നയാളും എന്റെ ജീവിത വഴികാട്ടിയുമായിരുന്ന നിര്യാതനായ ശ്രീ ജയകൃഷ്ണ വാര്യറിന്റെ ഒരേ ഒരു പുത്രൻ മിസ്റ്റർ ജിതിൻ കൃഷ്ണ വാര്യറിനെയാണ്. ഇപ്പോൾ അദ്ദേഹം മിസ്റ്റർ ജിതിൻ കൃഷ്ണ വംശിയായി തുടരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഞാൻ ജിതിനെ ഒരു മാരേജ് അഗ്രിമെന്റ് വഴി വിവാഹം കഴിക്കുന്നത്. പക്ഷേ സമയം കടക്കുന്നതിലൂടെ നമ്മുടെ വൈവാഹിക ബന്ധവും ദൃഢമുള്ളതായി. 5 കൊല്ലത്തോളം നമ്മൾ രണ്ടുപേരും ന്യൂയോർക്കിൽ ജിതിനെ കരിയർ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ മീഡിയ ആൻഡ് പ്രസിൽ നിന്നും ബ്രേക്ക് എടുത്തതായിരുന്നു. ജിതിന്റെ കരിയർ എന്റെ പേര് കൊണ്ട് ബാധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ഇത്ര കാലത്തോളം ഈ വിവരം നമ്മൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. പക്ഷെ സുപ്രധാനമായി ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഈ പ്രസ് മീറ്റ് വെച്ചിട്ടുള്ളത്. എന്റെയും ജിതിന്റെയും വിവാഹം നമ്മൾ ഒന്നുകൂടി പബ്ലിക്കായി നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഫിജിയിലുള്ള ലൗക്കുല ഐലൻഡ് വെച്ചാണ് നമ്മുടെ വിവാഹം നടക്കുന്നത്. The occasion won't be public, but done it only through our clients, business partners, friends and family. നമ്മുടെ വിവാഹ ജീവിതം പബ്ലിക്കായി വെളിപ്പെടുത്താനും ഒരു പുതിയ തുടക്കം കുറിക്കാനുമാണ് ഈ ഫംഗ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. I hope you guys understood. Thank you. കുക്കി, സോഷ്യൽ മീഡിയ കണ്ടോ? ഫുൾ നമ്മളെ കുറിച്ചാണ് ചർച്ച. നമ്മുടെ ഫാൻ ബേസ് വരെ തുടങ്ങിയിട്ടുണ്ട്, ടീക്കലോ എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കി ഇവിടെ അതൊക്കെ മാറ്റി വെക്കാം. എന്താ ഇത്? 5 കൊല്ലം നീ പണ്ട് പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡിന്റെ മാരിറ്റൽ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ, അപ്പൊ പിന്നെ കഴപ്പ് തുടങ്ങിയിട്ടുണ്ട്. எப்போதுமே உன் மூச்சு காற்றின் வெப்பம் சுமப்பே கையோடுதான் கை கோர்த்துதான் உன் மார்பு சூட்டில் முகம் புதைப்பே வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே 7 ஜென்மம் வாழ்ந்து விட்டேன் அக்கம் பக்கம் யாருமெல்லாம் பூலோகம் வேண்டும் அந்திப்பகல் உன்னருகே நான் வாழ வேண்டும் என் ஆசையெல்லாம் உன் இறுக்கத்திலே என் ஆயுள் வரை உன் அணைப்பினிலே வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே 7 ஜென்மம் வாழ்ந்து விட்டேன். അന്ന് നമ്മള് ആ ഹോട്ടലിലെ ക്ലബിൽ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെ അടിപൊളി കഥ ഉണ്ടാവുമായിരുന്നു. നമ്മളെ ഇങ്ങനെ ഇട്ട് കറക്കി അവസാനം നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? ശരിയാ കുക്കി, ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഉത്തരം പറയാം. എന്താത്തെ? നിനക്ക് എന്നെ അന്ന് ഇഷ്ടമായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് ഫിസിക്കലി നിങ്ങൾ അട്രാക്റ്റീവ് ആയിരുന്നെങ്കിലും എനിക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ആദ്യം
ഒട്ടും ഇഷ്ടം തോന്നിയിരുന്നില്ല. arrogant, rude, controlling ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ പിന്നെ നിങ്ങളുടെ സോഫ്റ്റ് സൈഡൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങളും എന്നെ പോലെ അത്ര പെർഫെക്റ്റ് അല്ലാത്ത ഒരു ഇംപെർഫെക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പതിയെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ അപ്പാപ്പന് ഞാനില്ലാതെ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായത്. കൂടാതെ നമ്മുടെ ഇവിടെ പലവട്ടം മേക്കൗട്ട്സും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്നെ സെക്സ് ചെയ്യാൻ ഇത്ര നിർബന്ധിച്ചിട്ടുമില്ല. കുറച്ചു നേരം മുമ്പ് വരെ അതങ്ങനെ കൊണ്ടുപോകുന്നു. നിങ്ങളുടെ പേഷ്യൻസ് അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഈ പെർഫെക്റ്റ് ആയിട്ട് ഇംപെർഫെക്ഷൻസ് ഈജിപ്തിൽ വരും. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു റൗണ്ട് കൂടി പോകാൻ തോന്നുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാലപ്രാന്തന്റെ കയ്യിലാണല്ലോ എന്നെ നീ കൊടുത്തത്. ഐ കാൻ ഹെൽപ്പ് ബേബി, നീ ഇത്ര സെക്സി ആയതുകൊണ്ട്. ഇനി അതും കൂടി എന്റെ തലയിലിട്ട്. അയ്യോ, ഹലോ മീസ്. അപ്പോൾ കുറേ ആയി അല്ലേ നമ്മളൊന്ന് വർത്താനം പറഞ്ഞിട്ട്. അമ്മ ഇട്ടതിന് ശേഷം പിന്നെ കുറേ എനിക്ക് വളരെ ഏറെ ഞങ്ങൾ അമ്മ ഇട്ട് കഴിഞ്ഞിട്ടാണ് സീക്രട്ട് ഹസ്ബൻഡിൻ്റെ സ്റ്റോറി കുറച്ച് മര്യാദയ്ക്ക് എഴുതാൻ തുടങ്ങി. ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ കുറച്ച് ആലോചിച്ച് അവസാനം ഒരു എൻഡിങ്ങിൽ എത്തിയതാണ്. ചിലർക്ക് എൻഡിങ് ഭയങ്കര ഫാസ്റ്റായതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ സീരീസ് എൻ്റെ ഇത്. കാരണം ഇത് വലിച്ചു നീട്ടാൻ സുഖമായിട്ട് പറ്റുന്നതാണ്. ബട്ട് എനിക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ലൈക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഇത് ഇത്രയും പെട്ടെന്ന് തീർത്ത് ജിത്തുവിൻ്റെയും തേജുവിൻ്റെയും ആ ഒരു കഷ്ടപ്പാട് നിർത്തി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനത് പെട്ടെന്ന് നിർത്തിയത്. റിയൽ സ്റ്റോറിനെ അപേക്ഷിച്ചിട്ട് വളരെ ചെറുതാണ് ഈ കഥ. ആക്ച്വലി റിയൽ സ്റ്റോറിയുടെ കേസിലാണെങ്കിൽ പ്ലോട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷേ ക്ലൈമാക്സ് സംവാട്ട് സിമിലർ ആണ്, ബട്ട് അത്ര സിമിലർ അല്ല. ഓക്കെ, ഡു ചെക്കൗട്ട് സീക്രട്ട് ഹസ്ബൻഡ് നോവൽ. ആക്ച്വലി അത് വാട്ട്പാഡിൽ ഏതോ ഒരു ലിങ്ക് വഴി കിട്ടുമെന്ന് തോന്നുന്നു, ഐ ഗസ്. ആൻഡ് ഐ വിൽ റിയലി റെക്കമെൻഡ് ഇറ്റ് ടു റീഡ് ഇറ്റ്. ബിക്കോസ് ഇത് വേറെയാണ്, ഇത് പകുതിക്കുന്ന കഥ മാറിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളതൊക്കെ ലൈക്ക് നിങ്ങൾക്ക് കൂടുതൽ അതിന് എന്താണ് കഥ എന്ന് ശരിക്കും ഞാൻ ചെയ്തൊന്നും എന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ബട്ട് ശരിക്കുള്ള കഥയുടെ എസൻസ് അറിയണമെങ്കിൽ അത് പോയി വായിച്ച് ഇതാക്കിയേ പറ്റും. ബിക്കോസ് ദാറ്റ് ഇസ് എ മാസ്റ്റർ പീസ്. അങ്ങനെ ഞാനിവിടെ സീക്രട്ട് ഹസ്ബൻഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ യൂട്യൂബിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലമായി. സീക്രട്ട് ഹസ്ബൻഡിലൂടെ തുടങ്ങി. സീക്രട്ട് ഹസ്ബൻഡാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ദാറ്റ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സപ്പോർട്ട് നിന്നതും, ഞാൻ ഒരു പ്രശ്നത്തിലായ സമയത്ത് എനിക്ക് വേണ്ടി കൂട്ടുന്നവരും എനിക്ക് നല്ല മെസ്സേജസ് അയച്ചവരും ഒക്കെ എല്ലാവരോടും ഐ ലവ് യു ഗൈസ്. ഐ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 വേൾഡ്സ് വരുന്നതായിരിക്കും. 2 വേൾഡ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓൾസോ ഇപ്പം 1 ഷോട്ട്സിന് പ്ലാൻ ഇടുന്നുണ്ട്. അമ്മ പോലെ അല്ലെങ്കിൽ ഇഷ്വീറിനെ പോലെ തന്നെ വേറെ കുറേ 1 ഷോട്ട്സിൻ്റെ ചാൻസസ് കൂടുതലാണ്. ഞാൻ ഓരോരോ 1 ഷോട്ട്സ് ആയിട്ട് വരാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കുറച്ചധികം വെയിറ്റിംഗ് ലിസ്റ്റ് സാധനങ്ങളുണ്ടായിരുന്നു, ഐ നോ. ബട്ട് ഞാൻ എല്ലാ കഥകളിലും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ കഥയിലും പറയും, എൻ്റെ കഥയ്ക്ക് കംപ്ലീഷൻ വേണമെങ്കിൽ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എനിക്ക് പച്ചക്കായാലും കുഴപ്പമില്ല, ഞാൻ തെറിയും പറയും, ഞാൻ 18+ ഉപയോഗിക്കും. ഞാൻ പ്രത്യേകമായിട്ട് എപ്പോഴും ഞാൻ വാണിംഗ് കൊടുക്കാറില്ല. ഇല്ല, ചിലപ്പം ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഇതും ഇഷ്യൂസും സീൻസൊക്കെ ഉണ്ടാവുന്നു. ആൻഡ് അത് സഹിച്ചേ പറ്റും. ഓക്കെ, ഓൾസോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മിക്ക ആൾക്കാരും എൻ്റെ വീഡിയോസ് കാണാറേയുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾസോ ഡു കമൻറ്റ്, ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ്സാണ് എനിക്ക് മോട്ടിവേഷൻ തരാനുള്ളത്. കുറേ ആയി പറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നു. ഡു കമൻറ്റ്, ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സീക്രട്ട് ഹസ്ബൻഡിൻ്റെ അന്തി. ചേച്ചി സ്പെഷ്യൽ പാർട്ട് കൊണ്ടുത്തരുമോ എന്ന് ചോദിച്ചാൽ കൊണ്ടുത്തരില്ല. ഇതിന് സ്പെഷ്യൽ പാർട്ടില്ല. ഇനി എന്ത് സ്പെഷ്യൽ പാർട്ട്? അവർ ജീവിച്ച് പൊക്കോട്ടെ. ഇനി എനിക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഇടാൻ വയ്യ. ഞാനൊരു കഥ ഉണ്ടാക്കിയാൽ അതിലെങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവരെ കരയിച്ച് പണ്ടാരടക്കിയിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവും. ഐ എം സോ സോറി ഗൈസ്. എനിക്കിനി ആ പാവൻ ചിത്തുവിൻ്റെയും തേജുവിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ വയ്യ. അപ്പം നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നോ സ്പെഷ്യൽ പാർട്സ്.
പിന്നെ ഇഷ്ക് ദേവീറിൻ്റെ ഞാൻ വേണേൽ നോക്കാം, കാരണം അതിനൊരു സ്പെഷ്യൽ പാർട്ട് വേണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പം ഇഷ്ക് ദേവീറിൻ്റെ കഞ്ചിയിൽ ഞാൻ പാർട്ടിയിടുമോ എന്ന് എനിക്കറിയില്ല. നോക്കാം അല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഹെയ്റ്റ് കമൻസ് സാധനങ്ങൾ ഇട്ടാൽ ഞാൻ അടിച്ചോടിക്കും. ഞാൻ പിന്നെ വേറെ എന്താ അടുത്ത എപ്പിസോഡ് എപ്പോൾ വരും ചേച്ചി എന്നും പറഞ്ഞ് ഇടരുത്, ഞാൻ ഡിലീറ്റ് ചെയ്യും. ഐ എം സോ സോറി. ഞാനതിടും, ഞാൻ എൻ്റെ ഇഷ്ടത്തിനിടും. ഓക്കെ, ഇഷ്ടത്തിനല്ല, ഞാൻ പരമാവധി ട്രൈ ചെയ്യാം ഇടാൻ വേണ്ടിയിട്ട്, കാരണം ടൈറ്റ് ഷെഡ്യൂളാണ്, കോളേജ് സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് ദാറ്റ്സ് ദ റാപ്പ് ഓഫ് മൈ യാപ്പിംഗ് സെഷൻ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ ആമീസ്, ലവ് യു ഗൈസ്. യാ